ഇന്ന് നമ്മൾ ഒരു നെയിം സ്ലിപ്പ് ഡിസൈനിങ് ആണ് നോക്കുന്നത് ക്യാൻവയിൽ. അപ്പോൾ ഇതാണ് ക്യാൻവ ഇൻ്റർഫേസ്. ഓക്കെ, നമ്മൾ ഡിഫോൾട്ടായിട്ട് കുറേ ഡിസൈൻസുകൾ നമുക്കിത് കാണാൻ പറ്റും. അതിലൂടെ കസ്റ്റം സൈസ് ഉണ്ട്, പിന്നെ ഇഷ്ടംപോലെ ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മളിത് കസ്റ്റം സൈസ് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നെയിം സ്ലിപ്പ്. ഓക്കെ, അപ്പോൾ നമ്മളതിന് ക്രിയേറ്റ് കൊടുക്കുക, കസ്റ്റം സൈസ് ചെയ്യുക. അതിൽ വിഡ്ത്ത് ഇത് യൂണിറ്റ് സെൻറ്റിമീറ്ററിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ 10 സെൻറ്റിമീറ്റർ വിഡ്ത്ത്, 5 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ. ഓക്കെ, അങ്ങനെ പുതിയൊരു വർക്ക് സ്പേസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. ഇനി വർക്ക് സ്പേസാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആ വർക്ക് സ്പേസിൽ നമ്മൾ ആവശ്യമായിട്ടുള്ള ഒരു ഡിസൈൻ ഓൾറെഡി നമ്മൾ ചെയ്തു വെച്ചതിൻ്റെ ഒരു എക്സാമ്പിൾ നമ്മളോട് കാണിക്കുന്നുണ്ട്. അത് വെച്ചിട്ടാണ് നമ്മളിതിവിടെ ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, അതിനായിട്ട് നമ്മൾ ആദ്യം അപ്ലോഡ്സ് എന്ന് പറഞ്ഞ ഒരു ഐക്കൺ കാണാം ലെഫ്റ്റ് സൈഡിൽ ടൂൾസിൽ. അതിൽ പോയിട്ട് നമുക്ക് വേണ്ട ആവശ്യമായിട്ടുള്ള ഡിസൈൻ നമ്മൾ സെലക്ട് ചെയ്യുക. ഓക്കെ, നമ്മൾ ഈ ഡിസൈനാണ് നമ്മൾ ഉണ്ടാക്കി നോക്കാൻ പോകുന്നത്. ഓക്കെ, ഞാൻ തന്നെ ഉണ്ടാക്കിയ ഡിസൈനാണ്. ഓക്കെ, അപ്പോൾ നമ്മളിതിന് വേണ്ടിയിട്ട് എങ്ങനെയൊക്കെ ചെയ്യുന്നത് ഏകദേശം ഇതുപോലത്തെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് നമ്മൾ ചെയ്യാൻ പോവുകയാണ്. അതിനായിട്ട് നമ്മൾ ആഡ് പേജ് കൊടുക്കുക നെക്സ്റ്റ് പേജിൽ. ഓക്കെ, അതിന് ഫസ്റ്റ് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യുക. ബാക്ക്ഗ്രൗണ്ട് നമ്മൾ യെല്ലോ കൊടുക്കുക. ഇതാണ് നമ്മുടെ കളർ പാലറ്റ് വരിക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കിട്ടും. അതിൽ നമ്മൾ സ്യൂട്ടബിൾ ആയിട്ടുള്ള കളേഴ്സ് സെലക്ട് ചെയ്യുക. എന്നിപ്പോൾ യെല്ലോ തന്നെയാണ് കൊടുത്തു. ഇനി നമുക്ക് വേണ്ട നെക്സ്റ്റ് എന്താ, കോർണറിൽ വരുന്ന 2 കോർണർ ഷേപ്പുകളാണ്. അത് നമ്മൾ എടുക്കുന്നത് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന എലമെൻറ്റ്സ് എന്ന് പറഞ്ഞൊരു ടൂളിലാണ്. എലമെൻറ്റ്സിൽ പോയിട്ട് ഇറഗുലർ ഷേപ്സ് എന്നാണ്, കോർണർ ഷേപ്സ് എന്നൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഇഷ്ടം പോലെ ഡിസൈൻസ് കിട്ടും. അതിന് സ്യൂട്ടായി ആപ്റ്റായിട്ട് നമുക്ക് തോന്നുന്ന ഡിസൈൻ നമ്മൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് അതിന് വേണ്ട സ്യൂട്ടായിട്ടുള്ള കളറും നമ്മളിവിടെ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ഇഷ്ടംപോലെ ഡിസൈൻസുകളുണ്ട് ഇവിടെ, വേണ്ടി കറക്റ്റ് നോക്കിയിട്ട് എടുക്കുക. അതിനുവേണ്ടി മാജിക് റെക്കമെൻഡേഷൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൂടി ഇത് കാണാൻ പറ്റും. ഇതിനോട് സാമ്യമായിട്ടുള്ള ഇഷ്ടംപോലെ ഡിസൈൻസുകൾ കിട്ടും. അത് പ്രോപ്പറായിട്ട് അലൈൻ ചെയ്തിട്ട് പ്രോപ്പറായിട്ടുള്ള കളേഴ്സ് കൊടുത്തിട്ട് വയ്ക്കുക. ഇനി 2 ഭാഗത്തും നമുക്ക് അതുപോലെ കോർണർ ഷേപ്പുകൾ കിട്ടി. ഇനി നെക്സ്റ്റ് വേണ്ടത് നമുക്ക് ഒരു മെഷ് ടൈപ്പ് ബാക്ക്ഗ്രൗണ്ടാണ്. മെഷ് ടൈപ്പ് നമുക്ക് സ്ക്വയർ മെഷ് കിട്ടും, അതാണ്ട് വേറെ ടൈപ്പ് കിട്ടും. അപ്പോൾ നമ്മളിപ്പോൾ ഡിസൈനിൽ ഇതുപോലെ എലമെൻസിൽ തന്നെ പോയിട്ട് നമുക്ക് ഒരു സ്ക്വയർ മെഷ് ബാക്ക്ഗ്രൗണ്ടെന്നോ അല്ലെങ്കിൽ മെഷ് ബാക്ക്ഗ്രൗണ്ടെന്നോ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഡിസൈൻസുകൾ കിട്ടും. അത് നമുക്ക് പ്രോപ്പറായിട്ട് അതിൻ്റെ ട്രാൻസ്പെറൻസിയൊക്കെ നമ്മളെ ഒരു ഡിസൈൻ ഐഡിയ വെച്ചിട്ട് നമുക്കത് സെറ്റ് ചെയ്യാം. ഇവിടെ ഇപ്പോൾ ഞാൻ സെലക്ട് ചെയ്യുന്നത് ഏറ്റവും ടോപ്പിൽ കാണുന്ന ഈ ഒരു ഡിസൈനാണ്. ആ ഡിസൈൻ സെലക്ട് ചെയ്തു. അത് ഫുള്ള് ബാക്ക്ഗ്രൗണ്ട് കിട്ടില്ല, അപ്പോൾ 2 എണ്ണാക്കി ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണം. അതിനാണ് നമ്മൾ Ctrl+D അടിച്ചു കഴിഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ് ആകും. അത് നമ്മളൊരു ഒന്ന് സെറ്റ് ചെയ്തു. ഞാൻ Ctrl+D അടിച്ചിട്ട് രണ്ടാമത് സെറ്റ് ചെയ്യും. അതിന് മുമ്പ് നമ്മൾ അതിൻ്റെ ട്രാൻസ്പെറൻസി ഒന്ന് മാറ്റുന്നുണ്ട്, കാരണം ഇത്ര ഇതായിട്ട് ബോൾഡായിട്ട് വേണ്ട. ട്രാൻസ്പെറൻസി സെറ്റ് ചെയ്തിട്ട് അതിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തു. ഇനി ഇത് നമുക്ക് ഇതിൻ്റെ ബാക്കിൽ കൊണ്ടുപോകണം. ഈ 2 ഡിസൈൻ റെഡ് ആയിട്ട് കാണുന്ന 2 കോർണറിൻ്റെയും ബാക്കിൽ കൊണ്ടുപോകണം. ഇനി പൊസിഷനിൽ പോയിട്ട് ബാക്ക്വേർഡ്സ് ആക്കിയിട്ട് സെറ്റ് ചെയ്ത് വയ്ക്കുക. അങ്ങനെ അത് സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം അടുത്ത എലമെൻറ്റിലേക്ക് പോകാം. നമ്മൾ ടെക്സ്റ്റുകൾ ആഡ് ചെയ്യാൻ പോവുകയാണ്. ടെക്സ്റ്റ് ആഡ് ചെയ്യുമ്പോൾ നമ്മളത് കറക്റ്റ് കാണാൻ വേണ്ടിയിട്ട് നമുക്കതിൽ ഒരു ടെക്സ്റ്റ് ബോക്സ് കൊടുക്കുന്നുണ്ട്. ടെക്സ്റ്റ് ബോക്സ് നമ്മളിത് റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞൊരു ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിൽ റെക്റ്റാങ്കിൾ ആക്കാൻ പറ്റിയ ഇത് കിട്ടും. അത് നമ്മൾ കളർ ചേഞ്ച് ചെയ്യുക, എന്നിട്ട് അതിലാണ് നമ്മൾ ടെക്സ്റ്റുകൾ കൊടുക്കാൻ പോകുന്നത്. അങ്ങനെ 3 റെക്റ്റാങ്കിൾ നമ്മൾ സെറ്റ് ചെയ്യുക. സെറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ കോർണറൊക്കെ നമുക്ക് ഇതുപോലെ ഈസി ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതങ്ങനെ ചെയ്തിട്ട് നമുക്ക് അതിൽ ടെക്സ്റ്റുകൾ ആഡ് ചെയ്യാം. ഇനി ടെക്സ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ടെക്സ്റ്റ് എന്ന ഓപ്ഷൻ കാണാം. ആ ടെക്സ്റ്റ് എന്ന ഓപ്ഷനിൽ ആദ്യം നമ്മൾ കൊടുക്കുന്ന അതിൻ്റെ നെയിമാണ്. നിവ്യ എന്നുള്ളൊരു പേര് കൊടുത്തതിൽ നമ്മൾ ഫോണ്ട് ആവശ്യമുള്ള ഫോണ്ടുകൾ മാറ്റാൻ പറ്റും. ഇതിലിപ്പോൾ ഞാൻ സെലക്ട് ചെയ്ത ഫോണ്ട് എന്ന് പറഞ്ഞത് ഡെക്കോ ആണ്. ഡെക്കോൻ്റെ ഫോണ്ടിൽ നിവ്യ എടുത്തു. അതിനൊരു എഫക്റ്റും കൊടുത്തു. ഔട്ട്ലൈനിൽ ഒരു വൈറ്റ് ബോർഡറും കൊടുത്തു. സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് ഇഷ്ടമുള്ള ഓപ്ഷൻസ് നമുക്കിത് ചെയ്യാൻ പറ്റും. ഇഷ്ടംപോലെ എഫക്റ്റുകൾ കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ കാണിക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ അതിൽ നമ്മുടെ ക്ലാസ്, സബ്ജക്റ്റ്, സ്കൂളൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിന് സ്യൂട്ടബിളായിട്ടുള്ള ഫോണ്ടുകളും കളറും കൊടുക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫോട്ടോയിലേക്ക് വരുന്നത്.
ഇതിപ്പോൾ ടെക്സ്റ്റുകളെല്ലാം കഴിഞ്ഞു. ഇനി നമുക്കിത് ഫോട്ടോ ആഡ് ചെയ്യാം. ഫോട്ടോ ആഡ് ചെയ്യാൻ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് സ്ക്വയർ ഫ്രെയിം എന്ന് പറഞ്ഞ ഒരു ടൂളുണ്ട് എലമെൻസിൽ. എന്നാലേ കറക്റ്റ് ക്ലാരിറ്റി കിട്ടുള്ളൂ നമ്മുടെ ഇമേജിന്. ആദ്യം സ്ക്വയർ ഫ്രെയിം ടൈപ്പ് ചെയ്യുക. സ്ക്വയർ ഫ്രെയിം ടൈപ്പ് ചെയ്യുമ്പോൾ കുറേ ഫ്രെയിംസുകൾ വരും. ആ ഫ്രെയിംസിൽ വെരി ഒരു എഫക്റ്റും ഇല്ലാത്ത ഒരു ഫ്രെയിം കിട്ടും. അതാണ് സ്ക്വയർ ഫ്രെയിം ആയി കാണുന്നത്. ഓക്കെ, അത് വെച്ചിട്ട് നമ്മൾ അതിൽ ഫോട്ടോ ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്താൽ മതി. അതിലോട്ട് നമ്മൾ അപ്ലോഡ്സ് പോവുക, നമുക്ക് വേണ്ട ഫോട്ടോ എടുക്കുക, എന്നിട്ട് നേരെ അതിലേക്ക് ഡ്രാഗ് ചെയ്യുക. എന്നിട്ട് പൊസിഷൻ കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് വയ്ക്കുക. അത്യാവശ്യം സൂമിൻ ചെയ്ത ഫോട്ടോസാണ് നെയിം സ്ലിപ്പിന് നല്ല സ്യൂട്ടാവുക. അങ്ങനെ വെച്ചിട്ട് ശേഷം നമുക്ക് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒന്ന് ഒഴിവാക്കി കറക്റ്റായിട്ട് നമ്മൾ ഡിസൈൻ ആക്സെപ്റ്റ് പോലെ ചെയ്ത് വയ്ക്കുക. ഇനി അത് എടുത്ത് കാണാൻ വേണ്ടി നമ്മളതിൽ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടും ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അതിന് ഇത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് നമുക്കതിൽ തന്നെ ആ ഫോട്ടോ മാറ്റി അതിൽ വൈറ്റ് കളർ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കറക്റ്റായിട്ട് നമുക്കത് കറക്റ്റ് എടുത്ത് ഹൈലൈറ്റ് ചെയ്ത് കാണുന്ന പോലെ കാണാൻ പറ്റും. ജസ്റ്റ് ഈ സാധനം ഈ ലെയർ ജസ്റ്റ് ഫോട്ടോയുടെ ബാക്കിലോട്ടാക്കാൻ വേണ്ടി പൊസിഷനിൽ പോവുക, ബാക്ക്വേർഡ് കൊടുക്കുക. ഇനി അതിൻ്റെ കോർണർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക, കുറച്ചുകൂടി നീറ്റായിട്ട് കൊടുക്കുക. ഇനി അതിനൊരു ബോർഡർ നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. ആ ബോർഡർ സെറ്റ് ചെയ്യണമെങ്കിൽ നേരെ ഈ കാണുന്ന ഐക്കണുണ്ട്, അവിടെ പോവുക. അവിടെ പോയിട്ട് അതിൻ്റെ തിക്നെസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ നെയിം സ്ലിപ്പിൽ കുറേ എലമെൻറ്റ്സുകൾ ആഡ് ചെയ്യുന്നുണ്ട്, ചെറിയ ചെറിയ ഡിസൈൻസുകൾ. അതിന് ഇഷ്ടം പോലെ നമ്മൾ ജസ്റ്റ് എലമെൻറ്റ്സ് പോയിട്ട് സ്കൂൾ ഐറ്റംസ് എന്നോ അല്ലെങ്കിൽ ക്ലാസ് റൂമെന്നോ എന്നൊക്കെ ടൈപ്പ് ചെയ്തതിന് ഇഷ്ടം പോലെ ചെറിയ ചെറിയ PNG ഇമേജസ് കിട്ടും, ഐക്കൺസ് കിട്ടും. അതൊക്കെ നമുക്ക് വേണ്ട രീതിയിൽ നമുക്കവരുടെ ഡിസൈൻ കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്കത് എക്സ്പോർട്ട് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ സ്കൂൾ ബാഗാണ് ഇപ്പോൾ ഒരു ബാഗാണ് കൊടുത്തത്. ആ സ്കൂൾ ബാഗ് കൊടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് അത് ഓവർലാപ്പ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ അതൊന്ന് ലോക്ക് ചെയ്തിടാം. ഇനി നമുക്ക് വേണ്ട സ്ഥലത്ത് ഈ സാധനം കൊണ്ടുവയ്ക്കുക. അതിന് ശേഷം മാജിക് റെക്കമെൻഡേഷൻ ഭയങ്കര യൂസ്ഫുൾ ആയ ടൂൾസാണ്. അതായത് നമ്മൾ ഇമേജസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് അനുയോജ്യമായിട്ടുള്ള ഇഷ്ടം പോലെ ഇമേജസ് അവർ തന്നെ കാണിച്ചു തരും. നമുക്ക് വേണ്ട രീതിയിൽ തന്നെ ഈ സാധനങ്ങൾ കൊണ്ടുവയ്ക്കുക. എന്നിട്ട് പിന്നെ നമുക്കിത് ഷെയർ എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാം മുകളിൽ റൈറ്റ് സൈഡിൽ. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കത് PNG ആയിട്ട് സേവ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട്. ഇതിപ്പോൾ മുമ്പ് ചെയ്തതിന് അതുപോലെ അല്ല, ഏകദേശമൊക്കെ മാറ്റി ഏകദേശം എങ്ങനെ ചെയ്യാമെന്ന് മാത്രം കാണിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ അതും ചോദിക്കുക. ഓക്കെ, താങ്ക് യു.